ഒരിക്കൽ തളിപ്പറമ്പിലുള്ള ചെമ്മാലശ്ശേരി മനയിൽ നിന്നും ഒരു നമ്പൂതിരി മഞ്ചേരിയിലെത്തി. കാൽനടയായി വന്ന അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന മേലാക്കമെന്ന കവലയിലെത്തിയപ്പോൾ കുറച്ചാളുകൾ അവിടെ ഇരുന്ന് ഷീട്ട് കളിക്കുന്നതായി കണ്ടു. താനൊരു ബ്രാഹ്മണനാണെന്നും കുളിച്ച് സന്ധ്യാവന്ദനം നടത്താൻ പറ്റിയ കുളമോ ക്ഷേത്രമോ അടുത്തുണ്ടോ എന്നും അവരോട് ചോദിച്ചു. കളിയിൽ മുഴുകിയ അവർ ഇവിടെ നിന്നും അല്പം ദൂരം വടക്കോട്ട് പോയാൽ അവിടെ എത്തിയിട്ട് കാളിയെന്ന് 3 പ്രാവശ്യം വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിച്ചു വിട്ടു. അദ്ദേഹം ആ പരിഹാസം മനസ്സിലാക്കാതെ ആ സ്ഥലത്തെത്തി 3 പ്രാവശ്യം കാളിയെന്ന് ഉറക്കെ വിളിച്ചു. പെട്ടെന്ന് വിളി കേട്ടതുപോലെ ഒരു സ്ത്രീ ചുവന്ന പട്ടുവസ്ത്രമണിഞ്ഞ് അദ്ദേഹത്തിനടുത്തെത്തി. ആ സ്ത്രീ അയാൾക്ക് കുളം കാണിച്ചു കൊടുക്കുകയും സന്ധ്യാവന്ദനത്തിനുള്ള സൗകര്യവും കഴിക്കാൻ ഭക്ഷണവും കിടക്കാൻ സൗകര്യവും ചെയ്തു കൊടുത്തു. ഒടുവിൽ പുലരാൻ 7:30 നാഴികയുള്ളപ്പോൾ ഇവിടെ നിന്നും പോവണമെന്നും പോവും മുന്നേ എന്നോട് പറയണമെന്നും അവർ ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം യാത്ര ചോദിക്കാനെത്തിയ ബ്രാഹ്മണ ശ്രേഷ്ഠന് ആ സ്ത്രീ അല്പം കുരുമുളക് കയ്യിൽ കൊടുക്കുകയും വരുന്ന വഴി നിങ്ങൾക്ക് വഴി പറഞ്ഞു തന്നവർ ഇരുന്ന സ്ഥലത്ത് ഇത് വിതരണമെന്നും ആവശ്യപ്പെട്ടു. ഒടുവിൽ അപ്രകാരം ചെയ്തുകൊണ്ട് ബ്രാഹ്മണ ശ്രേഷ്ഠൻ അവിടെ നിന്നും തിരികെ മടങ്ങി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ബ്രാഹ്മണ ശ്രേഷ്ഠൻ വീണ്ടും ഈ പ്രദേശത്ത് എത്തിയപ്പോഴായിരുന്നു അദ്ദേഹം മനസ്സിലാക്കിയത് അന്ന് തന്നെ കളിയാക്കിയവരെല്ലാവരും വസൂരി വന്ന് മരണമടഞ്ഞു എന്ന സത്യം. തനിക്ക് ലഭിച്ചത് ദേവീ ദർശനമാണെന്ന് മനസ്സിലാക്കിയ ബ്രാഹ്മണ ശ്രേഷ്ഠൻ പിൽക്കാലത്ത് ദേവിക്ക് വേണ്ടി ദേവിയെ കണ്ട സ്ഥലത്ത് ഒരു അമ്പലം പണി കഴിപ്പിച്ചു എന്നാണ് വിശ്വാസം. ഇന്ന് ഈ ക്ഷേത്രം മഞ്ചേരി കാളികാവ് ഭഗവതി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു.